ഇടുക്കി മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിനുള്ളിലെ വെള്ളക്കെട്ടിൽ തെന്നി വീണു വയോധികന് പരിക്ക്. അപകടത്തിൽ ഏഴല്ലൂർ സ്വദേശി ഗോപാലിന്റെ കൈ ഒടിഞ്ഞു. തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ കഴിഞ്ഞ് മടങ്ങിയവയാണ് അപകടം. പരിക്കേറ്റ ഗോപാലിനെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അശാസ്ത്രീയമായ നിർമ്മാണം മൂലമാണ് ബസ് സ്റ്റാൻഡിനുള്ളിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഈ ഒരു മാസമായിട്ട് ഈ മഴക്കാലം തുടങ്ങിയ അന്ന് മുതൽ ഡെയിലി ഓരോ ആളുകളും കുഞ്ഞുങ്ങളായി, വിദ്യാർത്ഥികളായി, കാർന്നോന്മാരായി ഡെയിലി വീണുകൊണ്ടിരിക്കുക. ഈ വീഴുന്നതനുസരിച്ച് മുനിസിപ്പാലിറ്റി ബന്ധപ്പെട്ട അധികാരികളിൽ നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഒരു മാസക്കാലമായിട്ടും തൊടുപുഴ നഗരസഭ ഭരണകർത്താക്കളോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോ ഈ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് ബസ് സ്റ്റാൻഡാണ് എന്ന് കരുതി ഓടി വാഹനത്തിൽ കയറുകയും ഓടി ഇറങ്ങി വരികയും ചെയ്യുന്ന ജനങ്ങളെല്ലാം അത്യാവശ്യക്കാരാണ്. പക്ഷേ വെള്ളം കിടക്കുന്നത് ജനങ്ങൾ അറിയുന്നില്ല. മുഹമ്മദ് ആഷിഖ് വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്ന്. ആഷിഖ്, എങ്ങനെയാണ് ഈ ബസ് സ്റ്റാൻഡിൽ വെള്ളം കയറുന്നത്? അജിത്, ദാരുണമായ ഒരു സംഭവമാണ്. ഇന്ന് രാവിലെ ഒരു വയോധികൻ ബസ് കയറാൻ വേണ്ടി ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് ഓടിക്കയറുന്നതിനിടയിൽ വെള്ളത്തിൽ തെന്നി വീഴുകയാണ്. നടുതല്ലി വീഴുകയും അയാളുടെ കൈക്ക് അസ്ഥിക്ക് പൊട്ടലുണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയാൾ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ് കയറുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. അയാളെ പിന്നീട് നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. അജിത് ചോദിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, എങ്ങനെയാണ് വെള്ളം കയറുന്നത്? വളരെ മിനുസമുള്ള ഒരു ടൈലാണ് ആ ബസ് സ്റ്റാൻഡിനുള്ളിൽ വിരിച്ചിരിക്കുന്നത്. അതിനുള്ളിലേക്ക് കാറ്റടിച്ചും അല്ല മേൽക്കൂരയിൽ നിന്നുമുള്ള വെള്ളമൊക്കെ നേരിട്ട് പതിക്കുന്ന രീതിയിലാണ് അതിന്റെ സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്ത പുതിയ ബസ് സ്റ്റാൻഡ് സമുച്ചയമാണ്. അത് നിർമ്മാണപരമായ ചില പ്രശ്നങ്ങളാണ് ആ നിലയിൽ ഈ ബസ് സ്റ്റാൻഡിനുള്ളിൽ വെള്ളം കെട്ടിക്കിടക്കാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പ്രശ്നം നിരന്തരം മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരടക്കം പറയുന്നത്. ഇപ്പോൾ പരിക്കുപറ്റിയ വയോധികന്റെ ചികിത്സ മുനിസിപ്പാലിറ്റി ഏറ്റെടുക്കണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നിരന്തരം ഈ വയോധികരടക്കം ബസ് കയറാൻ വേണ്ടി എത്തുമ്പോൾ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന സ്ഥിരം കാഴ്ചയാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം. ദാരുണമായ ഒരു സംഭവമാണ്. ഈ വയോധികന്റെ കയ്യിൽ ഇപ്പോൾ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. തുടർ ചികിത്സ ആവശ്യമാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്. അജിത്ത്, നഗരസഭ കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ശരി.